ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഞാനൊരു കില്ലാടി തന്നെ. ഞാനൊരു കില്ലാടി തന്നെ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടൊന്നല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊന്ന് പോയി കാണും. അല്ല, രണ്ട് വീഡിയോ കണക്കാണ്, പക്ഷെ അതൊന്ന് പോയി കാണും. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കണ്ടാവില്ല നമ്മളെന്തിനാണ് ഈ മണ്ണൊക്കെ വെട്ടുന്നതെന്നൊന്നും. അതിനൊരു കാരണമുണ്ട്. മറ്റേ വീട് പണിയാണ് ഗൈസ്. അത് നമുക്കൊരു തകരാത്ത കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ മണ്ണുണ്ട് ഇതെന്താണ് പൊട്ടാത്തെ? എന്താ ഇരുമ്പ് കഷ്ണാണ് ഞാൻ പൊട്ടിക്കാൻ നോക്കണേ. ഇവിടെ എന്താണ് പൊട്ടാത്തെ? ലോഡായില്ല, അതാണ്. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇനി കുറച്ച് മണ്ണൊക്കെ വാരി അവിടെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീടാവത്തില്ല. അപ്പൊ അതിൻ്റെതായ ഒരു മാനേഴ്സ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഇന്നലെ ഇവിടെ ഇട്ടിട്ട് പോയ മരമൊക്കെ എടുത്തൊന്ന് മാറ്റണം കഴിയും. ഇന്നലെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. അതൊക്കെ എന്തിനാണാവോ അവിടെ കൊണ്ടുപോയി വെച്ചെന്ന് പടച്ചോന് മാത്രമേ അറിയത്തുള്ളൂ ഗൈസ്. എന്തിനായിരുന്നു ഞാൻ സത്യമാണ് അവളെ കൊണ്ടുപോയി വെച്ചേ? ഇപ്പൊ ഓർമ്മ വന്നു. മറ്റേ സോംബീസില്ലേ, അമ്മയുടെ രക്ഷപ്പെടാൻ. ഇതെന്താ ചാടിയിട്ട് ഞാൻ നിക്കണ്ടാ. ഒരു പരിപാടിയാ. വാടോ, കമോൺ ബ്രോ. ഓക്കെ റെഡി. ഞാൻ ഈ മരം ഒന്ന് വെട്ടട്ടെ. ഇതൊക്കെ ഫുള്ളൊന്ന് വെട്ടണം. വന്നിട്ട് അതിന്റെ തകരാത്ത കെട്ടുറപ്പാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് താൽക്കാലിക സെറ്റപ്പാണ് കേസ്. നമ്മളുടെ ഒരു ചെറിയ സ്റ്റാർട്ടർ ബേസ് ആയിരുന്നു ഇന്നലെ. ഇതായിരുന്നു സ്റ്റാർട്ടർ ബേസ് നമ്മൾ ഉണ്ടാക്കിയത്. നാളെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ട് വരും. അതൊരു സ്റ്റാർട്ടർ ബേസ് ആണ്. നമുക്ക് ഇനിയും ബേസ് ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് മറ്റന്നാളെ വീണ്ടും പറയും. അങ്ങനെ പറഞ്ഞൊരു സ്റ്റാർട്ടർ ബേസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ മിക്കവാറും ഈ വേൾഡില്. അല്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലെ ആവരുത്. അങ്ങനെ ആവോ? ഇല്ല, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഓക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്തോന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കാണ്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യാടോ. ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കൂടി 50 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇതുപോലെ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇനിയൊരു 50 സബ്സ്ക്രൈബറും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു 100 സബ്സ്ക്രൈബർ ആവാൻ പറ്റും. അല്ല, മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാര്യമാക്കണ്ട. ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനൊരു അസുഖം വരാറുണ്ട്. മരമൊക്കെ ഒന്ന് ഈ ഒരു മരം വെട്ടി തീരുമ്പോഴത്തേക്ക് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് കൊതുകുത്തും. എന്നാ പൊട്ടാത്ത ഞാൻ എന്താ ഇരുമ്പ് കഷ്ണോ പൊട്ടാനിരിക്കാൻ. ഓക്കെ. ഞാനിപ്പോ ഏകദേശം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് പൊട്ടിക്കട്ടെ. നമുക്കിനി ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അതിനായിട്ട് കറക്റ്റ് ആയിട്ടൊരു പ്ലേസ് വേണം. അപ്പൊ നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്ലേസ് വേണം. അതുപോലെ തന്നെ ആദ്യം നമുക്കൊരു ഡോർ ഉണ്ടാക്കിയിട്ട്, അതായത് 3 ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 12 അല്ലല്ലോ, 6 എന്തെങ്കിലും ആട്ടെ. ഇന്നലെ നമ്മളിവിടെ വച്ചിട്ട് പോയ ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഗൈസ്. സോംബിയുടെ കടി ഏക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വച്ചിട്ട് പോയി. അതിന് നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം വേണം. എന്നിട്ട് ഈ കാടും മടലൊക്കെ ഒന്ന് വെട്ടണം ഗൈസ്. ഒന്ന് വെട്ടി നീക്കട്ടണം. അപ്പൊ ഈ കാടും മടലും പോലത്തെ ഇരിക്കണം ഇതൊക്കെ ഒന്ന് വെട്ടട്ടെ ഗൈസ്. ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇതൊന്ന് വെട്ടി കഴിയട്ടെ.
അപ്പൊ ഗൈസ് നമ്മൾ ആ സാധനമൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബേസ് പോലെ സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു മിനി ബേസ് ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ ഒരു മറ്റേ എന്താ പറയാ ഒരു ചെറിയൊരു മറ്റേ പൊട്ട വീട് പോലെ ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു അംബാനിയുടെ അത്ര നീളത്തിലൊരു വീട് സെറ്റ് ചെയ്യണം ഗൈസ്. അതിനു മുമ്പ് ഞാൻ ആദ്യം അംബാനിയുടെ വീടിന് എത്ര നീളം ഉണ്ടെന്ന് പോയി നോക്കട്ടെ ഗൈസ്. എങ്ങനെയുണ്ടാ കോമഡി? സീനില്ല എനിക്കറിയാം സീനാണ്. ഓക്കെ, നമുക്കിനി ഇവിടന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാ. ചെറുതായിട്ടൊന്ന് പശുമ്പ അവിടെ ഒരു പശു ഉണ്ട് ഗൈസ്, അതിനൊന്ന് പോയി കൊന്നിട്ട് വരാം. അതിന്റെ ബാക്കിൽ എന്തത്? ഒരു വലിയ കുഴി കേട്ടോ. ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ കറങ്ങണം. സുഭാഷേ ഗൈസ്, അപ്പൊ ഇപ്പൊ രാത്രിയാണ്, നമുക്ക് രാവിലെ ആയിട്ട് കാണാം. ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഇന്ന് രാവിലെ ആവട്ടെ. അപ്പൊ ഗൈസ് ഇപ്പൊ രാവിലെ ആയിട്ട് നമ്മൾ വീണ്ടും രാവിലെ തന്നെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നു. അവിടെ ഒരു സ്കെൽട്ടനെ കൊല്ലട്ടെ. കണ്ട് വൃത്തിയിട്ടവൻ. ഞാൻ പണ്ടൊക്കെ മറ്റേ മരത്തിന്റെ ഇടയിൽ കുറെ ഡോഗ് അതൊക്കെ പോയി വൃത്തിയിട്ടവനെ കൊല്ലില്ല. എന്തിന്റെ കേടായിരുന്നു എനിക്ക്. മാറി എന്നിട്ട് ആ സ്കെൽട്ടനെ കൊന്നാ പോലെ. ചില്ലറ പ്രശ്നമൊന്നല്ല എനിക്ക്. അവിടെ എന്റെ വീട് എയറിൽ നിൽക്കുന്നുണ്ട്. കണ്ടുകഴിഞ്ഞാ മറ്റേ ഒരുമാതിരി ഒന്നുമില്ല മിസ്, എന്താണ്ട് പറയാമെന്ന്. പിന്നെ ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ മൈൻഡ് ചെയ്ത് 5 മറ്റേ ഡേർട്ട് കണ്ട, 44 ഡേർട്ട് കണ്ട. ഞാൻ ഇന്നലെ ഫുള്ളിരുന്ന് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. മണ്ണ് മാന്തി ഇനി ബാക്കി മണ്ണൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാൻ. ഒരു ആട് ഭയങ്കര റെയറാണ്. ഈ ആടിനെ കൊന്നിട്ട് വേണം എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ. മറ്റേത് സിമ്പിളായിരുന്നു. മറ്റേ അയണൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഒരു കത്രിക ഉണ്ടാക്കായിരുന്നു. കത്രിക ഉണ്ടായിട്ട് ഒരാഴ്ച മതിയല്ലോ കത്രിക ഉണ്ടാക്കാണെങ്കിൽ. അപ്പൊ എന്നിട്ടൊരു കത്രിക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാടിനെ വെച്ചിട്ട് തന്നെ റെഡി ചെയ്യാം. ഓക്കെ, പുതിയ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ ആർക്ക് വേണം റെസിപ്പി? ഓക്കെ, ഇവിടെ കാര്യം ഓക്കെ. നമുക്കിവിടെ ചെറുതായിട്ട് ഓക്കെ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇനി ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഓക്കെ, മൊത്തത്തിൽ സ്ഥലമില്ലായ്മ ഗൈസ്, മൊത്തത്തിലില്ല സ്ഥലമില്ല. നമുക്കിത് ഒന്നും കൂടി റീബിൽഡ് ചെയ്താലോ ഗൈസ്? നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സെറ്റാവുമെന്ന് തോന്നുന്നു. ഇപ്പൊ മിക്കവാറും ഇത് വീട് സെറ്റാവുമായിരിക്കും. ചെറിയൊരു ഓട്ടയുണ്ട്, അതോളം നമുക്ക് അടയ്ക്കാവുന്നേ ഉള്ളു. ഇത് നമ്മൾ പറഞ്ഞല്ലോ ഒരു താൽക്കാലിക സെറ്റപ്പാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഈ വീട് പണി ഒന്ന് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഇതില്ല, ഒരു വിശ്വാസമില്ല ഗൈസ്.
7 മണി കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇച്ചിരിയും കൂടി മണ്ണൊക്കെ എടുത്ത് സെറ്റായെങ്കിലും നമുക്കിനി എനിക്ക് ചെറിയൊരു ഈ ക്രീപ്പറൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്. കാറിന്റെ ഷോറൂമിൽ ഇരിക്കണമെന്നുണ്ട്, അല്ല ഗ്യാരേജ് ഇരിക്കണമെന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ. പക്ഷെ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഈ കിടിലം ബിൽഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെ ഒരു കിടിലം ബിൽഡ് ഉണ്ടാക്കാതെ ഇരിക്കും? നമുക്ക് ഇവിടെയായിട്ടൊരു ഡോറും കൂടി വെക്കണം. അതിപ്പറയായിട്ടങ്ങ് വെച്ചാലും മതി. ഈ ഒരു സൈഡ് നമുക്ക് ഡോറ് വെക്കാം. ഇത് അവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, തോള അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഡോർ വെക്കാം. 3 ഡോറുണ്ട്. ഡോർ ഇപ്പൊ കയ്യിലിരിക്കട്ടെ. ഓക്കെ, നമുക്കൊരു ബെഡ് സെറ്റാക്കണം. അവിടെ ആയിട്ടൊരു ഷീപ്പ് ഇരിപ്പുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങിയില്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും വരാൻ പോകില്ല. പക്ഷെ എനിക്കെന്തോ അവൻ്റെ ഈ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ വർക്കൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ കുറെ നേരം ചുമ്മാ വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ആ ഒരാട് എങ്ങോട്ടാണോ ഓടിപ്പോയെ? ആ ഒരാട് ഇവിടെ എവിടെയോ കിട്ടി. എന്നെ കൊത്തിച്ചിട്ട് ഓടിപ്പോന്ന് വിചാരിച്ചേ. എന്താ വിചാരിച്ചെന്നെ പറ്റി? ഞാന് എന്നെക്കാട്ടും വലിയ ആടുകളായിട്ട് മത്സരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 3 ചിക്കനും അതുപോലെ 3 മട്ടനും അതുപോലെ തന്നെ 2 ഊളും വിറ്റു. ഇപ്പൊ ടൈം രാത്രി ആവാറായി. നമുക്ക് പെട്ടെന്ന് തന്നെ ബേസിലേക്ക് എത്തണം. ടൈമല്ല, രാത്രി ആവാറായി. പെട്ടെന്ന് ബേസിലേക്ക് തിരിഞ്ഞ് അവന്മാരൊന്ന് നമ്മളെ കൊല്ലും. അവിടെ ബാക്കിൽ അതെന്തൊരു ബിൽഡ് ഇല്ലേ? പകരം എടാ, എനിക്കിവിടെ പോവാൻ നേരത്തെ തന്നെ ഈ ലാഗ് വന്നം കേട്ടോ. അല്ല, ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടെ? സ്പ്രിന്റ് ചെയ്തൊന്ന് ഓടിയാ പോലെ. ഡോറടി. അയ്യോ, എന്റെ മോനെ, ഇവിടെയൊക്കെ തൊളയുണ്ടായിരുന്ന തൊളയൊന്നും അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പൊ ഇതിന്റെ തേർഡ് പാർട്ടും ഉണ്ടാവും. വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ വരും തന്നെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അസ്സലാമു അലൈക്കും.